അപ്പം എൻ്റെ എല്ലാ ചെങ്ങായിമാർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ, ഒരു റിയാക്ടിങ് വീഡിയോ ആണ്, വേറൊന്നുമല്ല. നമ്മുടെ ഒരു കുഞ്ഞ് 4 വയസ്സുള്ളൊരു കുഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീർ കടലാക്കി എന്ന് വേണം പറയാൻ നമ്മുടെ കേരളത്തെ ഒന്നടങ്കം. ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ഇന്ന് ആ കുഞ്ഞിൻ്റെ വേദന, ആ കുഞ്ഞ് മരണത്തിന് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് അനുഭവിച്ച വേദന, അല്ലെങ്കിൽ അത് ജനിച്ചറിവായ കാലം തുടങ്ങി അനുഭവിക്കുന്ന വേദന, ഓരോന്നും ഇന്ന് നമ്മുടെ മനസ്സിൽ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എന്നോണക്കാണ് ഇന്ന് ഈ 2:30 മണിക്ക് ഈ വീഡിയോ ഞാനിവിടെ നിന്ന് ചെയ്യണത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു അമ്മയാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു മകളായിരുന്നു, ഞാനൊരു സഹോദരിയായിരുന്നു, ഞാനൊരു മകളായിരുന്നു, ഞാനൊരു സഹോദരിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ കേസിനകത്ത് ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, ശരിയാണ്, ഒരമ്മ ഒറ്റയ്ക്കായിട്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഒരു കുഞ്ഞിനെ കൊന്നു കളയേണ്ടതായ ഒരു വിഷയങ്ങളും ഇല്ല. അല്ലെങ്കിൽ അവർക്കിടയിലെ വിഷയങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൊന്നു, 2 മക്കളുടെ അടുത്ത് മോളെ മാത്രം കൊന്നു കളയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു കൺക്ലൂഷൻ എത്തി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ധാരണയെങ്കിലും കിട്ടിയതിന് ശേഷം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാണ്ടിരുന്നത്. സോ വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഒരു സ്ത്രീ വേറൊരു മോട്ടീവും ഇല്ലാതെ, വെറും ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു കുഞ്ഞിനെ മാത്രം കൊന്നു കളയുക എന്ന് പറയുന്നത് പോസിബിളായ കാര്യമേ അല്ല. പിന്നെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ പറയണത്. അപ്പോൾ അമ്മ കൊന്നു കളഞ്ഞതിൻ്റെ കാരണം മറ്റെന്തോ ഉണ്ട് എന്ന് എനിക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യമാണ്. എന്നീ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിഷ്വൽ, അതായത് നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആ ഒരു വിഷ്വൽ, അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അച്ഛൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞ് അടുത്തിരുന്ന കക്ഷി കരയണം. അപ്പോൾ തന്നെ എനിക്കൊരു സ്പാർക്ക് അടിച്ചു. കാരണം അച്ഛൻ എത്രത്തോളം വിഷമമുണ്ടാവും നമുക്കറിയാം. അപ്പോൾ എടുത്ത വായിലെ ആ മനുഷ്യനൊന്ന് പറയുകയും കൂടെ ചെയ്തു, അവൾക്ക് എന്നേലും ഞങ്ങളെക്കാട്ടി കൂടുതൽ അവളെ എടുത്തുകൊണ്ട് നടന്ന് കൊണ്ടു നടക്കണത് അവനാണ്. അവിടുന്ന് എനിക്ക് നെഞ്ചിലൊന്ന് ആളാൻ തുടങ്ങി. കാരണം നമ്മളൊരു അമ്മയല്ലേ, നമുക്കറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് അറിഞ്ഞു ആ കുഞ്ഞിനെ അതായത് ആ കുഞ്ഞു പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയ ഒരു വിക്റ്റം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആ പുള്ളിനെ തന്നെയാണ് തോന്നിയിരുന്നത്. പക്ഷെങ്കിൽ പിന്നീട് അവരെ തങ്ങളെ കണക്ട് ചെയ്തിട്ടോ ഒന്നും എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് വരെ ന്യൂസിൽ വന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കുഞ്ഞ് ആ അമ്മയോട് പറഞ്ഞിരുന്നു, അതിൻ്റെ പേരിൽ ആ അമ്മ ചെന്ന് ആളോട്, അദ്ദേഹത്തിനോട്, അതാരുമായിക്കോട്ടെ, പിതൃ സഹോദരനോട് ദേഷ്യപ്പെടുകയും തല്ലുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞെടുത്ത് ആ കുഞ്ഞിനെ കൊന്നു കളയേണ്ട ആവശ്യം അവർക്ക് എന്തായിരുന്നു? നിങ്ങൾ ഓരോരുത്തരും മലയാളികളാണ്, ബുദ്ധിയുള്ളവരാണ്, മനുഷ്യരാണ്, ചിന്തിച്ചു നോക്കുക. അവനെ പോയി തല്ലിയടത്ത് ഈ കുഞ്ഞിനെ കൊന്നു കളയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മൊഴി ഫേക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം അങ്ങനെ ഒരു മൊഴി കൊടുത്താൽ ആ സ്ത്രീ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? കൊന്നതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാലും അത് ഒരു വലിയ ഇഷ്യൂ അല്ലാത്ത രീതിയിൽ എല്ലാ കുറ്റങ്ങളും, അതായത് അവർക്കിടയിലെ മറ്റു പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഡ്രാമ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവരോട് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു, അതായത് കുഞ്ഞിനെ ഉപദ്രവിച്ച കാര്യം അറിഞ്ഞിരുന്നോ എന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവരും ഒന്നും മിണ്ടിയില്ല എന്നൊക്കെയാണ് പറയണത്. ഐ തിങ്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരമ്മ എന്ന നിലയ്ക്ക് അവൾ ആ കുഞ്ഞ് പറഞ്ഞപ്പോൾ അത് അറിഞ്ഞിട്ട് അവനെ അറുത്തിട്ടിരുന്നെങ്കിലും ഇന്നീ ഞാൻ കൈയടിച്ചേനെ. അത് വേറൊന്നും കൊണ്ടുമല്ല, കണ്ണ് കെട്ടി നിൽക്കുന്ന നീതിപീഠത്തിൻ്റെ മുന്നിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എത്ര സത്യമായാലും അതിന് തെളിവുകൾ മാത്രം വേണം. എങ്കിൽ മാത്രമേ ആ സത്യം തെളിയിക്കപ്പെടുകയുള്ളൂ. എങ്കിൽ മാത്രമേ ആ കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്ന കണ്ണ് കെട്ടിയ നീതിപീഠത്തിൻ്റെ മുന്നിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ 4 വയസ്സുകാരിക്ക് എന്തുണ്ടായിട്ടാണ് അതിനെ ഇത്രയും കൊടൂരമായി പീഡിപ്പിച്ച് കൊന്നവന് വേണ്ടി ഇങ്ങനെ നിൽക്കണത്? ഷൂട്ട് അറ്റ് സൈറ്റ്, അത് തന്നെയാണ് ഇവനൊക്കെ വേണ്ടുന്നത്. കിട്ടണടത്തിട്ട് കൊന്നു കളയണം. ഞാനാണ് ആ അമ്മയായിരുന്നെങ്കിൽ അറുത്തെടുത്തേനെ അവൻ്റെ ലിംഗം, അറുത്തെടുത്ത് അവൻ്റെ മുന്നിൽ തന്നെ അതിനെ പിടയ്ക്കാൻ വിട്ടേനെ. ആ കുഞ്ഞനുഭവിച്ച വേദന, 2.5 വയസ്സ് മുതൽ അതിനെ പീഡിപ്പിക്കുന്നുണ്ട്. മരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ അതിനെ പീഡിപ്പിക്കുന്നുണ്ട്. ഒരമ്മ എന്ന നിലയിൽ സ്വന്തം കുഞ്ഞിൻ്റെ ശരീരത്തൊരു പോറൽ വീണാൽ അമ്മ അറിയണം, അതാണ് അമ്മ. ഇവളെ അമ്മ എന്ന 2 അക്ഷരത്തിൽ വിളിക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, അവളുടെ ദുഃഖവും സന്തോഷവും, അവളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ, അവളുടെ മനസ്സൊന്ന് പിടഞ്ഞാൽ, അവളുടെ ഒരു നോട്ടത്തെ പോലും, ഒരു മുടി നാരിഴ പോലും അറിഞ്ഞിരിക്കേണ്ടവളാണ് അമ്മ എന്ന് പറയുന്നത്. അതല്ലാത്തവളെ
അത് കുട്ടിക്കളിയാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ അതുകൊണ്ടാണ്, അവൾ ഇതുകൊണ്ടാണ്. പലപ്പോഴും ആ കുഞ്ഞു പറഞ്ഞു എന്ന് പറയണത് ഇപ്പോഴാണ് വരുന്നത്. ആ കുഞ്ഞു പറഞ്ഞിരുന്നു, അമ്മയോട് അത് പറഞ്ഞിരുന്നു എന്ന് അയാളോട് പറഞ്ഞിരുന്നെന്ന്. അയാളോട് പറഞ്ഞ ധൈര്യം ആ കുഞ്ഞിനുണ്ടായിരുന്നെങ്കിൽ, ആ അമ്മ അറിയാണ്ട് അങ്ങനെ ചെയ്തിട്ടാണ് ആ അമ്മയോട് ആ കുഞ്ഞു പറഞ്ഞത് എങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞു മറ്റുള്ളവരോടും പറയും. ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാൻ വഴിയില്ല. 100% എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അവരായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി പോലെയാണ് തോന്നുന്നത്. കാരണം ഇതിനകത്തെ ഇവരുടേതായ മറ്റ് പല കാര്യങ്ങളും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെ മറ്റെന്തിൻ്റെയും പേരിൽ കൊന്നു കളഞ്ഞു, അല്ലെ അവർക്ക് മാനസിക രോഗമായിട്ട് കൊന്നു കളഞ്ഞു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്ത്രീയെ, നീ ഒരമ്മയാണെങ്കിൽ, നീ നൊന്തു പ്രസവിച്ചതായിരുന്നെങ്കിൽ നീ തല്ലിക്കോ, നീ ശിക്ഷിച്ചോ, അതിനൊന്നും ഞാനൊന്നും പറയില്ല. പക്ഷേ നിന്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് വേറൊരുത്തൻ്റെ കരിനിഴൽ വീണത് നീ അറിഞ്ഞ നിമിഷം നീ അവനെ അറുത്തെറിയണമായിരുന്നു. അതാണൊരമ്മ എന്ന് പറയുന്നത്. അതാണൊരമ്മ എന്ന വാക്കിൻ്റെ സത്യം, സത്വം. അത് നീ കളങ്കപ്പെടുത്തിയവളാണ്. മറ്റേത് കോടതി ശിക്ഷിച്ചില്ലേലും ഈശ്വരൻ്റെ കോടതിയിൽ നിനക്കൊരു നീതി വെച്ചിട്ടുണ്ട്, നിനക്കൊരു കണക്ക് വെച്ചിട്ടുണ്ട്. ഒരുപാട് സങ്കടത്തോടെ ആ കുഞ്ഞിൻ്റെ ഓരോ ന്യൂസുകളും കേൾക്കണത് ഓരോ അമ്മമാരോടത്തും എനിക്ക് പറയാനുള്ള, നമ്മുടെ കുഞ്ഞുങ്ങൾ ആണോ പെണ്ണോ ഏതുമാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചിറകും കീഴിൽ എന്ന പോലെ മറ്റൊരിടത്ത് സുരക്ഷിതരായിരിക്കത്തില്ല. നമ്മളെപ്പോലെ മറ്റുള്ളവർ നോക്കില്ല. ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിക്കുക. ഇനി ഒരു കുഞ്ഞും കല്യാണിയായി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. ഒരുപാട് സങ്കടത്തോടെ ആ കുഞ്ഞിൻ്റെ ആത്മാവിന് ഒരുപാട് ശാന്തി ലഭിക്കണമെന്ന്, 3-4 വയസ്സ് വരെ ജീവിക്കാൻ ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ട് എന്ന് അതിനറിയാൻ കഴിഞ്ഞുള്ളൂ. ഒരുപാട് സങ്കടത്തോടുകൂടി പറയാണ്, നാളെ ഇനി ഒരു കല്യാണി ജനിക്കാതിരിക്കട്ടെ. ഒരുപാട് സങ്കടത്തോടെ അവളെ നീതിക്ക് വിട്ടുകൊടുക്കാതെ അവളെ ജനങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുക്കണം. അവളെയും ആ കുഞ്ഞിൻ്റെ ദേഹത്ത് കാമവെറി തീർത്ത അവനെയും ജനങ്ങളുടെ മുന്നിൽ ഇട്ടുകൊടുക്കണം. അല്പമെങ്കിലും ആ കുഞ്ഞിന് നീതി കിട്ടണമെന്നുള്ള മനുഷ്യരാണെങ്കിൽ ദയവ് ചെയ്ത് അത് തന്നെ ചെയ്യണം. അത്രയും വിഷമത്തോടെയാണ് ഇത്രയും ഓരോ വാക്കുകളും എൻ്റെ വായിൽ നിന്ന് വരുന്നത്. ഇതിന് റിയാക്ട് ചെയ്യണ്ട, ഇങ്ങനൊരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്നിടത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണമായത് ഇതുപോലെ കുറച്ച് സംശയങ്ങൾ എൻ്റെ ഉള്ളിൽ തോന്നിയുകൊണ്ടാണ്. ഒരുപാട് സങ്കടത്തോടെ ഞാനിത് പറയുകയാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളാവുക ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. എന്തൊരു കാര്യമുണ്ടെങ്കിലും തൻ്റെ ഇടത്തോടെ എന്ത് വിഷയമുണ്ടെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ പറയാം എന്നൊരു ചങ്കൂറ്റം എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ ഒരുത്തനും ആ കുഞ്ഞിൻ്റെ ദേഹത്ത് കൈവയ്ക്കില്ല. ഒരുത്തനും, ഞാനടക്കമുള്ളവരെയാണ് പറയണത്. എൻ്റെ വീട്ടിൽ എനിക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വേറൊരുത്തനും എൻ്റെ ദേഹത്ത് കൈവയ്ക്കില്ല. അതുപോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കുക, വളർത്തുക. ഒരുപാട് വിഷമത്തോടെ ഒരുപാട് കണ്ണീരോടെ ഒരമ്മ തന്നെയാണ് ഈ പറയണത്.